ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും നല്ല ബീഫ് കറിയായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ബീഫ് എടുത്ത് കറി വെച്ചതാണ്. അപ്പോൾ ഇത് നല്ല കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാണ് കറിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ബീഫിൽ കഴിക്കാൻ ഇഷ്ടം ഈ കറുത്ത കളറിലിരിക്കുന്ന നമ്മുടെ കരളാണ് കേട്ടോ ബീഫിൽ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ കേരളത്തിലൊക്കെ ഇങ്ങനെ അമ്മ ബീഫ് വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് ബീഫിൽ നമ്മൾ ഈ കരളുണ്ടല്ലോ, ഈ കറുത്ത കരൾ, അത് മാത്രം പറക്കി തിന്നായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ ചിക്കൻ്റെ കരൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറി വെച്ചിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചായിരുന്നു. അത് വറുക്കാനായിട്ടാണ് മേടിച്ചത്. ഇപ്പോൾ എല്ലാ ആഴ്ചയും ചിക്കൻ വറുക്കാറുണ്ട് കേട്ടോ. അത് അബിക്കുട്ടൻ നല്ലോണം കഴിക്കുന്നത് കൊണ്ടാണ് അത് വിരവി വെച്ചു. പിന്നെ ജിത്തൂട്ടൻ്റെ ഉടുപ്പുകളൊക്കെ ഇന്ന് മിഷനിലാണ് കഴുകുന്നത് കേട്ടോ. എനിക്ക് കല്ലിൽ കഴുകാൻ നേരം കിട്ടുന്നില്ല, കാരണം ജിത്തൂട്ടനെ കൊണ്ടിട്ട് പാടാണ്. അപ്പം കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോൾ അത് നല്ല അഴുക്കൊന്നും പോകത്തില്ല. എന്നിരുന്നാലും നമുക്കിപ്പം വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മെഷീനിൽ ഇടുന്നത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് ഒരു രസം കൂടെ ഉണ്ടാക്കി രാവിലത്തെ ബീഫ് കറി ചൂടാക്കി, പിന്നെ നമ്മൾ ചിക്കൻ നല്ലവണ്ണം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കാലും പിന്നെ കുറച്ച് മാംസക്കഷ്ണം കൊണ്ട് വറുത്തു. അപ്പോൾ ഞാനൊരു പീസ് ചിക്കനും എടുത്തു, ബീഫും എടുത്തു, രസവും കൂട്ടി ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻസിൽ പറഞ്ഞു ഇത്തിരി മേക്കപ്പൊക്കെ ചെയ്തിട്ടിരുന്ന വീഡിയോ ഒക്കെ എടുത്താൽ നല്ല രസമായിരിക്കും കാണാൻ നിൽക്കും. പക്ഷേ എനിക്കിപ്പം മേക്കപ്പ് പോയിട്ട് എൻ്റെ ജോലി പോലും ചെയ്യാൻ സമയം കിട്ടത്തില്ല. കുറച്ചാളുടെ കഴിഞ്ഞിട്ട് നമ്മുടെ ജിത്തുട്ടനൊക്കെ ഒരു പരുവാവട്ടെ, എന്നാലേ ഞാനൊന്ന് ഫ്രീ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുക്കാൻ തന്നെ പാടാണ്. കാരണം ജിത്തുട്ടനെ വെച്ചിട്ട് അവനൊരു വിധത്തിൽ ഒരു മൂലയ്ക്കൊക്കെ കൊണ്ടുവന്ന് കളിപ്പട്ട പറക്കി കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുന്നത് കേട്ടോ. നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജിത്തൂട്ടനോട് ഇന്ന് സ്കൂളിലൊക്കെ പോകുന്ന പരുവാവട്ടെ, ഞാൻ ഫ്രീ ആവും. അങ്ങനെ നമ്മൾ ചോറെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം വന്നു വീട്ടിലോട്ടോ. ഇത് എല്ലാ ഞായറാഴ്ചയും ഇയാൾ ഐസ്ക്രീം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ചില നേരം ഒരു സൈക്കിളുകാരൻ വരും, ആ ഐസ്ക്രീം നല്ലതാണ് കേട്ടോ. അപ്പോൾ സൈഷേട്ടനാണെങ്കിൽ നമ്മൾ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് കഴിക്കുള്ളൂ. പുള്ളിക്കാരൻ വലിയ ആളാട്ടോ, എക്സ്പയറി ഡേറ്റൊക്കെ നോക്കുവാണ്. നമുക്ക് പിന്നെ കിട്ടേണ്ട പാട് നമ്മളെ പെട്ടെന്ന് തന്നെ വായിക്കകത്താക്കും കേട്ടോ. ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകിട്ട് നമ്മൾ സ്ഥിരം പോകാറില്ല, ചിട്ടിയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ സെഷന് ജോലിയില്ല, ലീവ് ദിവസമാണ്. അപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു മനസ്സിന് നല്ലൊരു റിലീഫാണ്. ഞാൻ വീട്ടിനകത്ത് തന്നെ എപ്പോഴും ചടഞ്ഞുകൂടി ഇരിക്കുമല്ലേ, അതുകൊണ്ടാണ് സെഷട്ട് എല്ലാ ആഴ്ചയും കൊണ്ടുപോകുന്നത്. ജിത്തൂട്ടനെ കളിപ്പിക്കുകയാണ് അബിക്കുട്ടൻ കേട്ടോ. അത് കഴിഞ്ഞ് ജിത്തൂട്ടൻ വണ്ടിയിൽ കയറിയ ബൈക്കിൽ കയറിയ ഉടനെ ഭയങ്കര വലിയ സൈലൻ്റാണ് കേട്ടോ. സൈലൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ജാട പോലെ ചിരിക്കത്തൊന്നുമില്ല. നമ്മൾ എന്തും പറഞ്ഞാലും ജിത്തൂട്ടൻ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആൾ ഭയങ്കര ഗൂമിയായിട്ട് ഭയങ്കര ഗൗരവത്തിലിരിക്കുവാണ്. അതെല്ലാം കഴിഞ്ഞു. ചിട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വീണ്ടും നമ്മളിതേ ചിക്കൻ ബാലൻസ് ഇരുന്നത് എടുത്ത് പൊരിക്കുകയാണ് രാത്രിത്തേക്ക്. അപ്പോഴത്തേക്കും അമ്മ കപ്പ, രാത്രി ഞാൻ കപ്പയും ചിക്കൻ കറിയാണ് കഴിച്ചത്. അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്